നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ? അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം. എൻ്റെ പേര് ഇബ്രാഹിം മജീദ്, കൗൺസിലർ ആൻഡ് സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. നമ്മളിൽ പലവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്ത് കാർട്ടൂൺ പ്ലേ ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഗെയിംസോ ഇലക്ട്രോണിക്കൽ ഡിവൈസസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ കുട്ടികളെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തും അല്ലേ? കാരണം വെച്ചാൽ നമ്മൾ ബിസിയാണ്, നമുക്ക് ഒരുപാട് വർക്കുകൾ വീട്ടിൽ ചെയ്യാനുണ്ട്, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വർക്കിലൊക്കെ എൻഗേജ് ആവും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു വന്ന് കുട്ടിക്ക് ഫുഡോ കാര്യങ്ങളൊക്കെ കൊടുത്ത് കുട്ടിയെ കടത്തി ഉറക്കി പിന്നെ വീണ്ടും കുട്ടി എണീക്കുന്ന സമയത്ത് ഇതുപോലെ വീണ്ടും ഏതെങ്കിലും ഡിവൈസസ് ഇലക്ട്രോണിക്കൽ ഡിവൈസസ് കൊടുത്ത് മറ്റുള്ള ഇതിലേക്ക് എൻഗേജ് ആക്കിക്കൊണ്ട് വീണ്ടും നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് മാറ്റിവെക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഡേ ടു ഡേ ലൈഫിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കണം. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഈ ഒരു നിമിഷം നിങ്ങൾ എന്ത് ചെയ്യണം, അത് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യാം. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ഇതുപോലുള്ള കുട്ടികളിലേക്ക് വിർച്വൽ ഓട്ടിസം കാണുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളുടെ കുട്ടികളെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരരുത് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ AMCC ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, AMCC കോൺടാക്ട് ചെയ്യാവുന്നതാണ്.